ഏവർക്കും പ്രണാമം. നമ്മുടെ ഇന്നത്തെ ചോദ്യം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം അതിൻ്റെ മറുപടി പറയാം. മുത്താ, നമസ്കാരം. നമസ്കാരം. ആദ്യമാർഗികളായ നമ്മൾ കൃത്യമായ ദൈവവിശ്വാസം ഉള്ളവരും നമ്മുടേതായ ആചരണങ്ങൾ പിൻപറ്റുന്നവരുമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ദൈവവിശ്വാസമുള്ളവരും നമുക്ക് നമ്മുടേതായ ആചരണങ്ങളും അതിൻ്റെതായ അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വൈദികർ നമ്മളെ നാസ്തികരായി, നിരീശ്വരവാദികളായി, അസ്പൃശ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയത്? നല്ലൊരു ചോദ്യമാണ്. നമ്മളിവിടെ ദർശനങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും പറയും. അതിൽ ആസ്തിക ദർശനം എന്നുള്ളത് വൈദികന്മാർ വിലയിരുത്തുന്നു. ചതുർവേദത്തെ ഫോളോ ചെയ്യുന്ന ആ പാരമ്പര്യക്കാർ അവർ വിലയിരുത്തുന്നത് വേദത്തെ പ്രാമാണികമായിട്ട്, എന്ത് പറയുകയാണെങ്കിലും വേദത്തിലുണ്ടേ എന്നുള്ള രീതിയിൽ വേദത്തെ ഉദ്ധരിക്കണം. അങ്ങനെ വേദത്തെ ആധികാരികമായിട്ട്, അതാണ് അതിൻ്റെ മൂലഗ്രന്ഥം എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഏത് ദർശനമാണ് നിലനിൽക്കുന്നത്, അതിനെ മാത്രമാണ് അവർ ആസ്തിക ദർശനം, ഈശ്വരീയമായ ദർശനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം പിൻപറ്റി വന്ന, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന് മുൻതൂക്കം കൊടുത്ത സർക്കാരുകൾ ഭരിച്ച, അങ്ങനെയാണല്ലോ ഭരണം ഒരു വിഷയമാണ്. രാജഭരണകാലമാണ് ശരി, അതിനുശേഷം ജനാധിപത്യം വന്നപ്പോൾ ഭൂരിപക്ഷം ഈ ഭരിക്കുന്ന ആളുകൾ, ആ ഒരു കസേരയിലിരിക്കുന്ന ആളുകൾ വൈദിക പാരമ്പര്യത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് തന്നെ അത് ഇന്നുള്ള പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇതുവരെ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ നിലപാടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വൈദികമായത് മാത്രമാണ് ഇത്തരം ചിന്താഗതിയുള്ള രീതിയിലുള്ള പല ഗ്രന്ഥങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അവരെന്തുകൊണ്ടാണ് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായിട്ട് നമ്മളെ നാസ്തികരല്ല, നമ്മൾ അസ്തിത്വമുള്ളവർ തന്നെയാണ്, അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് അത് ഫോളോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് നാസ്തികരാക്കിയെന്ന് മാത്രമല്ല, അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, തൊടാൻ പാടില്ല, അടുത്തുപോലും വരാൻ പാടില്ല, അങ്ങനെ കൽപ്പിച്ച് മാറ്റി നിർത്തുകയുണ്ടായി ഈ സമൂഹത്തിൽ. അപ്പോൾ അവരുടെ ഭരണകാലത്ത് ഉണ്ടായതൊക്കെ നമ്മളിനി പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഇവിടെ ഉണ്ടായി എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത്? ബാബു എളനാട്. അപ്പോൾ എളനാട്ടിലെ ബാബുകുട്ട, ഇവിടെ വൈദിക വീക്ഷണത്തിൽ നമ്മൾ വേദപ്രമാണങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് നമ്മൾ സ്വീകാര്യമില്ലാത്തത്. അതുതന്നെയാണ് ബൗദ്ധ പാരമ്പര്യവും ജൈന പാരമ്പര്യത്തിലുണ്ട്. പക്ഷെ ജൈനന്മാർ പിന്നെയും കുറേയൊക്കെ വേദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വരും. എന്നാൽ ബൗദ്ധ പാരമ്പര്യം വേദത്തിൻ്റെ ആധികാരികതയെ അംഗീകരിക്കുന്നേ ഇല്ല, അതിനെ ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ആദി മാർഗ പാരമ്പര്യത്തിൽപ്പെട്ട മലബാരികളോ എല്ലാവരും തന്നെ ഈ വേദ പാരമ്പര്യത്തെ അംഗീകരിച്ച് അതിനനുസരിച്ച് പോകുന്ന ചാതുർവർണ്ണ സിദ്ധാന്തത്തിന് തള്ളിക്കളിയാണ്. ബ്രാഹ്മണോസ്യ മുഖമാസിത് ബാഹുരാജന്യകൃത എന്നൊക്കെ പറയുന്ന പദ്യാൻ ശൂദ്രാജായത, ശൂദ്രനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഇതൊന്നും തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടേതായിരിക്കുന്ന ദൈവസങ്കല്പങ്ങളൊന്നും നമുക്കില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ വീക്ഷണമാണ് നമ്മൾ നാസ്തികളാണ്. അവർ ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത്. ഈ ഇസ്ലാമീങ്ങൾ പറയുന്ന പോലെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന നേരത്ത് അവർ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയാത്തവരൊക്കെ, അല്ലെ ആ വിശ്വാസം ഫോളോ ചെയ്യാത്തവരൊക്കെ കാഫ്രീങ്ങളാണ് എന്നൊരു ധാരണ ചില ആളുകൾക്കൊക്കെ. അതുപോലെ തന്നെയാണ് വൈദികന്മാർ. അവരുടെ ദൈവവിശ്വാസം, അവർ പറയുന്ന ആ പരബ്രഹ്മോ അല്ലെങ്കിൽ ആ പറയുന്ന ഇന്ദ്രനോ അഗ്നിയോ അതൊന്നും അല്ലാത്ത മറ്റു സങ്കല്പങ്ങളൊക്കെ ഇത് തന്നെ വിളിച്ചാൽ പോലും അതിനിവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരതിനെ തൊട്ടുകൂടാതെ തീണ്ടിക്കൂടാതെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അവരുടെ ഭരണകാലത്ത് എന്ത് ചെയ്തു? അത് വളരെ മോശമായൊരു മാനുഷിക മൂല്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ അവർ കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്തരം പാരമ്പര്യങ്ങളൊക്കെ ബൗദ്ധ പാരമ്പര്യമാണ് എന്നുള്ളൊരു സംസാരവും ഒരു ചർച്ചയൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഇവർ പറഞ്ഞു എന്ന് എഴുതിയിട്ട് നമ്മളെ നാസ്തികരിച്ച് നിരീശ്വരവാദികളാണെന്ന് അർത്ഥമില്ല. നമ്മൾ പ്രകൃതിയാണ്, നമ്മൾ പ്രത്യക്ഷ പ്രകൃതിയെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ ആ പുറകിലുള്ള ദൈവത്തെ നമ്മൾ അങ്ങനെ എടുത്ത് അങ്ങനെ ഉദ്ധരിക്കാറൊന്നുമില്ല. നമുക്കതിൻ്റെ കാരണവും കാര്യമൊക്കെ നമുക്കല്ല ബോധ്യമുണ്ട്. ആദ്യം നല്ല അച്ഛനൊക്കെ കൊണ്ട് കതിരെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഭഗവാനൊക്കെ ആയിട്ട് നമുക്കല്ല ബോധ്യമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല.
ആ ചാത്തപ്പനെ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സ്വതവേ നമ്മൾ പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നു. അപ്പോൾ ആ പ്രത്യക്ഷത്തിനുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർമ്മത്തിന്, അല്ലാണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരോഹിത്യത്തോടു കൂടി അതിൻ്റെ പേരിൽ രാജാ പാരമ്പര്യത്തിനെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്തരെ ചൂഷണം ചെയ്യുകയോ രീതിയല്ല ഇതിനുണ്ടായിരുന്നത്. സ്വന്തം ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ദൈവീകമായിട്ടുള്ള പരിവേഷങ്ങളെ അംഗീകരിച്ചിരുന്നില്ല. ഇത്തരം ബ്രാഹ്മണവാദങ്ങളെ നമ്മൾ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ പാരമ്പര്യത്തോട് എന്നും തന്നെ അവർക്കൊരു പുഷ്ടിലുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തിൽ ഇന്ന് അങ്ങനെ എല്ലാം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു അവരുടേതായ ഭരണം അവർ കൈയാളുമ്പോൾ, അവരുടേതായ ചാതുർവർണ്ണ സിദ്ധാന്തം കൈയാളുമ്പോൾ, ആ രാജകീയ ഭരണം ഉണ്ടായിരുന്ന കാലത്തൊക്കെ അതുണ്ടായിരുന്നതിന് ശേഷം ഭരണഘടനാ മൂല്യങ്ങൾ വന്നാലിന്ന് ശേഷിപ്പുകളുണ്ട്. ഇതിൻ്റെ കാര്യമല്ല, പനി മാറിയാലും നമുക്ക് അതിൻ്റെ മേലും കയ്യും വേദന ഉണ്ടാവുമല്ലോ. അത് ഇന്നും ഭാരതത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവരുണ്ടാക്കിയ നിയമത്തിലാണ് ഇങ്ങനെ വന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈശ്വരനില്ല എന്നുള്ളവരല്ല, ദൈവം എന്ന സത്യമുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന പ്രകൃതിയിലാണ്. പ്രകൃതി ശക്തികളും പ്രകൃതിയുമാണ് നമ്മൾ പ്രത്യക്ഷം ആരാധിക്കേണ്ടത്. അല്ലാണ്ട് ശൂന്യതയെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ശൂന്യത ഒരു ബോധതലം പോലെയാണ്. അത് നമ്മൾ ആരാധിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ പ്രകൃതിയിലൂടെ കൊടുക്കുന്ന എല്ലാം അതിലേക്ക് എത്തും. ഇങ്ങനെ കുറേ കൺസെപ്റ്റുകളുണ്ട് നമ്മുടെ സിദ്ധാന്തത്തിൽ. എന്നാലോ വിളിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ രാജി മുത്തൻ ചാത്തപ്പ എന്നൊക്കെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു. എൻ്റെ നല്ലച്ച, എൻ്റെ കതിരോനെ, രുതി ഭഗവാനെ, രുതിപ്പനെ തുതി ഭഗവാന്റെ എന്നൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇവരുടെ സിദ്ധാന്തം മാത്രമാണ്. നമ്മൾ ആസ്തികർ തന്നെയാണ്, പക്ഷെ അവർ അംഗീകരിക്കണം, നിർബന്ധിക്കാൻ പാടില്ല. അവരതുകൊണ്ട് തന്നെ നമ്മളും അവരും തമ്മിൽ കടലും കടലാടിയും നമ്മൾ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന് എത്ര ചേർത്ത് വിളിച്ചാലും ഈ രാജ്യത്തിൻ്റെ സ്വത്വത്തിൽ മാത്രമാണ് നമ്മൾ ഹിന്ദു ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദർശനപരമായിട്ട്, ദർശനം മീൻസ് മതം, വേദമതം, അതുപോലെ തന്നെ ചാർവാക മതം, യോഗമതം, താന്ത്രിക് മതം എന്നൊക്കെ പറയുന്ന ആ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദിമാർഗ മലബാരം സമ്പ്രദായം ഇത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പല സ്ഥലത്തൊക്കെ സർണാമതം, റിലീജിയനൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ പാത പിന്തുടരുക, നമുക്ക് കലർപ്പില്ലാതെ നോക്കുക. നമ്മളുടെ ആ ഒരു ആചരണങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് വൈദികരെ കണ്ടുപഠിക്കണം തന്നെയാണ് നമ്മൾ പറയുക. അവരുടെ ആചാരത്തിൽ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കില്ല, അവർ കൃത്യമായി കൊണ്ടുപോകും. അത് ഇന്നുള്ളത് അസ്പൃശ്യതയല്ല. ഇന്നലകളിൽ അവർ സാമൂഹികമായ വിഷയത്തിൽ അവരുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ അപ്ലൈ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പരമാവധി ഉപദ്രവിച്ച് സ്വത്തുമില്ലാത്തവരാക്കി, ഒന്നുമില്ലാത്തവരാക്കി, മനുഷ്യരെ പോലും കാണാത്ത രീതിയൊക്കെ അതൊക്കെ അവരുടെ പോരായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷമയോട് കൂടിയിട്ടാണ് ഇരുന്നത്. അത് നമ്മളതുകൊണ്ട് ക്ഷമയുള്ളവരാണ്, നമ്മുടെ ജനത ക്ഷമയുള്ളവരാണ്. ആ ക്ഷമ ഇനിയും പിൻപറ്റാം. മറ്റൊരു സ്നേഹത്തോട് വർത്തിക്കാം. ഇന്നലകളെ പറഞ്ഞ് ശണ്ട കൂടാതെ കലഹിക്കാതിരിക്കുക, സ്നേഹത്തോട് വർത്തിക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ സ്മൃതി. നമുക്ക് ഈ ഒരു മോചനം നേടിത്തന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ നമ്മളുടെ ധർമ്മഗ്രന്ഥമായി എടുത്തുകൊണ്ട്, ധാർമ്മിക മൂല്യമായി എടുത്തുകൊണ്ട്, വിശ്വാസപരമായി നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന വാമൊഴിയായിട്ടും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇതിൻ്റെ വെച്ചാരാധന, കാവ്, പതി സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ പിൻപറ്റുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം മന്ന് സമ്പ്രദായം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തർക്കങ്ങളല്ല വേണ്ടത്, തർക്കങ്ങളൊന്നും വേണ്ട, ആവശ്യമില്ല, കുറ്റപ്പെടുത്തലുകൾ വേണ്ട. അവർ മാറ്റിയെടുത്തത് അവരുടെ സമ്പ്രദായമല്ല. ഇതിൻ്റെ നിന്ന് മുസ്ലിങ്ങളും വേണം, അവരുടെ രീതി അങ്ങനെ വേണം. ക്രൈസ്തവർക്കോ കാഴ്ചപ്പാടല്ലോ. ഈ കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മാത്രമാണ് ചിലരുടെ വാദം. അങ്ങനെയൊന്നുമല്ല. വൈദികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ അതിൽ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അത് ചില ആളുകൾ ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകളെ മുസ്ലിംസിലും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരൊന്നുമില്ല. അതുപോലെ തന്നെ ക്രൈസ്തവല്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഇത്തരം പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ മാറ്റം വെച്ച് പോകുന്നുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട സാമൂഹികമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത എല്ലാ വിശ്വാസങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റുന്ന മൂല്യങ്ങളെ നമ്മൾ പിൻപറ്റി പോവുകയാണ്. അത് തന്നെയാണ് ബാബുവിനോട് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ബാബുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ബൗദ്ധവാദം ഉയരുന്നത്. പക്ഷെ ബൗദ്ധവാദം ഉയർത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് ബൗദ്ധവും ജൈനവും പോലും ഉണ്ടായത് ഈ ആദി സമ്പ്രദായത്തിനെ പിൻപറ്റിക്കൊണ്ടാണ്. അതുകൊണ്ട് ബൗദ്ധമതത്തിന്റെ ഭാഗമല്ല ആദി സമ്പ്രദായങ്ങൾ. ആദി സമ്പ്രദായത്തിന്റെ ഭാഗമാണ് ബൗദ്ധ പാരമ്പര്യവും മറ്റുള്ള പാരമ്പര്യങ്ങളെല്ലാം തന്നെ. ആദി സമ്പ്രദായം പ്രകൃതി വർഷിപ്പാണ്. അത് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ഉണ്ടായതായിരുന്നു. ഇത് തന്നെയാണ് വേദപാരമ്പര്യം ഉണ്ടാകുന്നത്. പക്ഷെ എന്താണ് ഒരു ക്ലാസിഫിക്കേഷനും മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന് വേർതിരിവ് ഉണ്ടായിക്കൊണ്ട് അത് ഉന്നതമായ അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് സാത്വിക, താമസ, രാജസികളുടെ മനുഷ്യനെ വേർതിരിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായി. അതാണ് ഇവിടെ ഏറ്റക്കുറിച്ചിലൊക്കെ ഇല്ല. ഏറ്റക്കുറിച്ചിലാണ് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുകയാണ്. അപ്പോൾ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന വിശ്വപ്രണയം ഉണ്ടാവുന്ന ആ ഒരു ദർശനത്തെ പിൻപറ്റുക. മനുഷ്യരായിട്ടുള്ളവർക്ക് മനുഷ്യരായിക്കൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യരെ മനുഷ്യനായി കാണുന്ന ദർശനമാണ് ആദിമാർഗ മലബാർ ദർശനം. അതിന് പല രാജ്യങ്ങളിൽ പല പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ഇവിടെ വേർതിരിവൊന്നുമില്ല, ഉന്നതനും താഴ്ന്നവനുമില്ല.
തരത്തിലും ഇല്ല കേട്ടോ. എല്ലാ കർമ്മം ചെയ്യുന്നവരും അവരവരെ കർമ്മം ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന കർമ്മം ചെയ്ത് അവൻ ജനിച്ചു മരിച്ച് അടുത്തൊരു ജന്മത്തിൽ വേറെ എന്തോ ആകണം എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ല. അതൊക്കെ വൈദികന്മാരുടെ കർമ്മ സിദ്ധാന്തമാണ്. അതുകൂടെ ഇല്ല. നമ്മൾ നമ്മളുടെ പ്രവൃത്തി സത്യസന്ധമായി ചെയ്തു തീർക്കുക, അത് പ്രകൃതിയിൽ ഇടങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുക, പ്രകൃതിയെ പരിപാലിച്ച് പരിപോഷിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം തന്നെ ഭംഗിയായി വരും. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ഉന്നതി നിശ്ചയിക്കുന്ന നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ ജീവിതശൈലിയും. അതുകൊണ്ട് അതിനായിട്ട് ഇനി ജനിച്ചു മരിച്ച് വേറൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളെന്നായി ജീവിച്ചാൽ സത്യസന്ധമായി സാംസ്കാരിക മൂല്യങ്ങളോട് കൂടിയിട്ട് മനുഷ്യൻ്റെ ഒരു സ്നേഹവും സഹവർത്തിത്വത്തോടു കൂടി നമ്മൾ ജീവിച്ചു പോകുക, അത്ര മാത്രമാണ് നമുക്ക് പറയുന്നത്. പിന്നെ കൂടുതൽ അന്യഭാഷയെ മറ്റൊരു ഭാഷ നമുക്ക് അറിയാത്തൊരു ഭാഷ കൊണ്ട് വിളിച്ചാലേ ദൈവം കേൾക്കും. അതിൽ പഠിച്ച് അതിലെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കിയാലേ ദൈവത്തെ അറിയാൻ പറ്റും. ഇത്തരം കാഴ്ചപ്പാടൊന്നുമില്ല. അച്ഛൻ അമ്മയും പറയുന്ന ഭാഷ നമ്മൾ ജനിച്ചും ആ ഭാഷയിൽ നമുക്ക് ദൈവത്തെ അറിയാനും വിളിക്കാനും പറ്റുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അവനവൻ്റെ ഭാഷ വിളിക്കുന്നത്, ഏത് രാജ്യക്കാരനും അവൻ്റെ ഭാഷയിൽ വിളിക്കുന്ന സമ്പ്രദായമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി സംസാരിക്കാൻ അറിയാത്തവനും അവരും വിളിക്കാനും പറയാനുള്ള രീതി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ, ഇത് മാത്രം ജപിച്ച് പാരായണം ചെയ്ത് സ്തുതിച്ചാൽ മാത്രം, ഈ ഭാഷ കൈകാര്യം ചെയ്താൽ മാത്രമേ എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ല. സ്വതസിദ്ധമായ രീതിയിൽ എങ്ങനെ വേണം ഭക്ഷണമോ വസ്ത്രമോ ജീവിതമോ എന്നില്ല, സത്യസന്ധമായിരിക്കണം, നിഷ്ഠയുണ്ടായിരിക്കണം, അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം വ്യക്തമായി കരുതുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരുടെ സകല വടിമാനം അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഔം ഹരേ നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.